ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കാർ ഫോർ സെയിൽ എന്ന ഗെയിമാണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കുറേ തെണ്ടി നടന്നു. നമ്മളെ വിലൻ്റെ അനുസരിച്ചുണ്ടോ, പക്ഷെ ഉണ്ടായില്ല. അപ്പം നമുക്കൊന്ന് കിട്ടി. നമ്മുടെ അടുത്ത് 39,000 ഉണ്ട്. ഇതെങ്ങനെ കിട്ടിയത് ചോദിച്ചാൽ, ഞാൻ ഒന്നുകൂടി ഈ ഗെയിം ഓഫാക്കിയായിട്ട് പിന്നെ ഒന്നുകൂടി എടുത്തപ്പോൾ നമുക്ക് എന്തൊരു ക്ലെയിമില്ല കിട്ടി. ആ ക്ലെയിം ചെയ്തപ്പോൾ എനിക്ക് പൈസ കിട്ടി. അപ്പോൾ ഈ കാരണം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ രൂപ 26,116 രൂപയാണ്. അപ്പോൾ നമുക്ക് ബൈ ചെയ്യാം. 26,116 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാർ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്. നമ്മളിതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു മിനിറ്റ് നമുക്ക് കാറിനൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നേരെ എങ്ങോട്ട് ചെയ്യാം, മറ്റിങ്ങോട്ട് വിടാം. അങ്ങോട്ട് വിടാം. നമ്മുടെ കാറ് റിപ്പയർ ചെയ്യണ സ്ഥലത്തേക്ക് വിട്ടാൽ ആ നേരെ ആ ഭാഗത്ത് പോവും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ ഓഫീസിലേക്ക് നേരെ പോയാൽ നമുക്ക് അങ്ങോട്ട് എത്തും ചെയ്യും. ഓക്കെ, അതാ പണ്ടാരം പണ്ടാരം. ഞാൻ കരുതി എന്തറിയും വണ്ടി കുത്തിന് ചാവണായിന്ന്. പക്ഷെ കുത്തിട്ടുള്ള നമ്മൾ വേറെ പോവുകയാണ്. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോയിട്ട് അങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കറുപ്പറിയണോ സിറട്ടാണ് എവിടെ ചേട്ടാ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു കാർ 1,000 നമ്മൾ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാക്ക് റിപ്പയർ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്, ഇത് റിപ്പയറാണോ? ക്ലീൻ ചെയ്യണമല്ല, പെയിൻറ്റിങ്. അത് ക്ലീൻ ചെയ്യണില്ല എന്ന് തോന്നുന്നു അല്ലേ. നീ ക്ലീൻ ചെയ്യണ വേറെ സ്ഥലത്താണെന്നും അറിയില്ല. ഇത് ക്ലീൻ ചെയ്യാണ് അല്ല, ഇതേ എന്തൊക്കെ ചെയ്യണ്ട് സോട്ടാ. 3 മിനിറ്റ് കൊടുക്കുമോ? ജമ്മേ ഇല്ല, ഇപ്പം നിന്നിട്ട് കാര്യമില്ല. രാത്രി ആയാൽ നമുക്ക് വിൽക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. കമ്പ്യൂട്ടറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ്സ് ഓഫീസ് 2 ലക്ഷമായി. പിന്നെ ഡെക്കറേഷൻസ് ഓഫീസ് അപ്ഗ്രേഡ്സ് ഫസ്റ്റ് ലെവല് ഡെക്കറേഷൻസ് സൈന് പേര് മാറ്റാൻ പറ്റും. നെയിം നമുക്ക് മാറ്റാട്ടോ. നമുക്ക് എൻ്റെ പേര് ജിതു ആയതുകൊണ്ട് ജിതൂസ് മോട്ടോഴ്സ് ജിതൂസ് മോട്ടോഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇതായിക്കണമെന്ന് നോക്കാട്ടോ. യെസ് ഗൈസ്, ജിതൂസ് മോട്ടോഴ്സ്. 3 മിനിറ്റ് ആയോന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 2 മിനിറ്റ് കഴിഞ്ഞിരിക്കണേ അല്ല, 1 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയുണ്ട്. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ കട. പിന്നെ നമുക്ക് ഇവിടെ ഒരു പിച്ചക്കാരനെ കാണാം. കോമൻസ് വയർ വീക്ക് ഗീവ് മണി അല്ലെങ്കിൽ ഹയർ വീക്കിലി $500 കൊടുത്താൽ ഇയാൾ നമ്മൾ കട വൃത്തിയാക്കുന്നതാണോ? അല്ലെങ്കിൽ പൈസ കൊടുക്കുക. നമ്മളിപ്പോൾ അയാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ, ഇനി അയാൾ ജോലിക്ക് നിർത്തുകയാണെങ്കിൽ അയാൾക്ക് വീക്കിലി ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ജോലിക്ക് നിർത്തുകയാണോ അതിന് ലാഭം. അല്ല, നമ്മളിപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരൊട്ടും ലാഭമല്ല. സോട്ടാ പെട്ടെന്ന് നേരാക്ക് സോട്ടാ. എന്നിട്ട് നമുക്ക് പോകാനാണ്. അപ്പോൾ പറഞ്ഞു മനസ്സിലായില്ലേ. പിന്നെ നമുക്കിവിടെ ഫാസ്റ്റ് ട്രാവൽ അവിടെ എന്തൊരു കട ഉണ്ട്. പിന്നെ നെയ്ബർഹുഡ് കാർ മാർക്കറ്റ്, കാർ മാർക്കറ്റ്, റെഡ് കഫേ, ലക്സറി കാർ, കാർവാൻ, ഓപ്ഷനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് പെട്രോൾ പമ്പ തോന്നുന്നു കണ്ടിട്ട്. പെട്രോൾ പമ്പ തോന്നുന്നു കണ്ടിട്ട്.
ഈ ഗെയിം കുറച്ച് സ്റ്റക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കേട്ടോ ഇപ്പം കഴിയും ഗൈസ്, ഒരു 25 സെക്കൻഡ് ഉള്ളൂ, ഇപ്പം കഴിയും. പിന്നെ ഇവിടെ എന്തോ ഓട്ടോ പെയിൻറ്റിങ് ചെയ്യാനാണ്. ഐ ക്യാൻ പെയിൻറ്റ് ഇറ്റ് പ്ലീസ് പാർക്ക് യുവർ കാർ ഇൻ മിഡിൽ. ഇവിടെ കാർ പാർക്ക് ചെയ്ത് അയാൾ പെയിൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇതാണോ? ഇതാണ് നമ്മളെ കാറ്. ഇപ്പം നോക്കുകയാണെങ്കിൽ യെസ് ഗൈസ് ആയിട്ടുണ്ട്. അറക്കിത്താ ആയി. കാരണം വൃത്തിയാക്കണ്ടീന്, പക്ഷേ വൃത്തിയാക്കുന്ന സ്ഥലം എനിക്ക് എവിടെയെന്ന് അറിയില്ല. പെയിൻറ് തന്നെ മതി, നമ്മൾ അത്ര പൈസ ചിലവാക്കണ്ട, നമുക്ക് നേരെ കൊണ്ടുപോയി വിറ്റാൽ മതി. എനിക്ക് തോന്നേ പെട്രോൾ നിറക്കണം, പക്ഷെ ഇപ്പം നിറക്കണ്ട, പൈസ വെറുതെ ചിലവാക്കും വേണ്ട. അപ്പം നമ്മൾ വെബ് പേജ് നോക്കുക, കാർ ഫോർ സെയിൽ എടുക്കുക. പിന്നെന്താണ്, ഒരു വില വെക്കണം. ഒരു മിനിറ്റ്, നമുക്ക് വില വെക്കണതിൻ്റെ മുന്നേ 26,000. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ 28,000 രൂപ ചിലവായി. അപ്പം നമുക്ക് കുറച്ച് വിൽക്കണമെങ്കിൽ നമുക്കൊരു 40,000 എന്ത് ചെയ്യുക, ഒരു വില വെക്കുക, പുട്ടിട്ട് ഓൺ സെയിൽ. അപ്പം നമ്മൾ 40,000 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാർ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ വരികയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ദ ബിഗ് സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട്, ബിഗ് സെയിൽ തന്നെയാണ്, അല്ല സ്മാൾ സെയിലാണ്. ആ ഒറ്റൊരു കാറുള്ളൂ, എന്നിട്ട് ബിഗ് സെയിൽ. അയ്യേ. അപ്പോൾ ഇതാണ് നമ്മുടെ കട. നമ്മൾ കടയിൽ ഒരു കാറും വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനിയൊരു ആൾക്കാർ വരികയാണെങ്കിൽ വരുമെന്ന് തോന്നുന്നു. ഈ കാറ് കണ്ട ആരും വരാനും തോന്നൂല. ഇതെങ്ങനെ പാർക്ക് ചെയ്തിക്കണേ, ഇതിൻ്റെ കളർ ഇതൊക്കെ എങ്ങനെയാണ്, ഒരു വൃത്തിയില്ല. നമുക്ക് സ്വയം കഴുകാൻ പറ്റുമോ? കഴുകാനും പറ്റൂല. ആൾക്കാർ വരുന്നില്ലല്ലോ, വരുന്ന വരെ കാത്തിക്കുക. പിന്നെ മാത്രമല്ല, നമുക്ക് ഇയാൾ ഇവിടെ ജോലിക്ക് നിർത്താട്ടോ. ജോലിക്ക് പൈസ എടുക്കണം, ഇയാളെ ജോലിക്ക് നിർത്തണം. അപ്പം അയാൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു 200 കൊടുക്കുക. ഇനി അയാളെ ജോലിക്ക് നിർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ 500 റുപ്യ അയാൾക്ക് കിട്ടും. അപ്പോൾ ജോലിക്ക് നിർത്തുന്നതിന് നല്ലത്, അയാൾക്ക് ലാഭം അതാണ്. അപ്പം നമുക്ക് ജോലിക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ 500 റുപ്യ പോച്ചാൽ ഇതാണ്. അത് പോട്ടെ, എന്താ ആൾക്കാരെന്തൊന്നും വരാത്തെ? കട തുറന്നിട്ടല്ലേ? തുറന്നിട്ട് തന്നെയാണല്ലോ. ഇനി രാത്രി ആവാനായിട്ടുണ്ടാവും, അതുകൊണ്ടാക്കരാം ഈ സാധനങ്ങൾ വരാത്തത്. രാത്രിയായ ആൾക്കാർ വരില്ല. ഇപ്പം തന്നെ 25 25 ഇരുട്ടൊന്നും ആവണ പോലെ ഒന്നും കണ്ടിട്ടില്ല. ആള് വന്നോ? ഇതുവരെ ആൾ വന്നിട്ടില്ല ഗൈസ്. എനിക്ക് തോന്നേ 8 മണി ആയാലും ഇരുട്ടാവുന്നതാണ്. അപ്പം നമ്മളിവിടെ ഫാസ്റ്റ് ട്രാവൽ ഉണ്ടല്ലോ, അവിടെ ഞാൻ എന്തൊരു കാരവാൻ കണ്ടു. അത് നമ്മളതാണോ എന്ന് തോന്നുന്നു. കാരവാൻ, യെസ് കാരവാൻ. ഇതെന്താ ഇത്? കാർ ഫോർ സെയിലല്ലേ? തന്നെയല്ല ഇപ്പം നമ്മളും ചെയ്യണം. സോട്ടാ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരവാനിക്ക് പോകാം. ട്രാവലിംഗ്. യെസ് ഗേസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ 8 മണിയായപ്പോൾ ഈ കാരവാൻ നമ്മളതാണെന്ന് നോക്കട്ടെ. അത് നമ്മൾ തന്നെയാണ്. യു ക്യാൻ സ്ലീപ്പ് നൈറ്റ്. ഇത് നൈറ്റാണേ. യെസ്, നമ്മൾ നെക്സ്റ്റ് ഇന്ന് നമ്മളൊന്നും വിറ്റിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. 23,000 റുപ്യ നമുക്കിവിടെ ചിലവായി. പിന്നെ ഇന്നെന്തായാലും ആൾക്കാർ വരുന്നു തോന്നുന്നു.
കാറിൻ്റെ അവിടെ നിന്ന് ഒരു മാർക്കറ്റിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ഓഫീസിൽ പോവാം. കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ വേസ്റ്റ് പൊട്ടിക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ഈ ഒരൊരാളും വരുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ സാധാരണ 8 മണിക്ക് തുറക്കപ്പോൾ 7:58 അപ്പോൾ 8 മണിയായി. നമ്മളെ കട തുറക്കേണ്ട സമയമായി. അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. ക്ലോസ് ആക്കി തുറന്നു. ഓക്കെ, കട തുറന്നിട്ടുണ്ട്. ഇനി ആൾക്കാർ വരൂലേ എന്നാണ്. ഇതുവരെ ഒറ്റൊരാളും വന്നിട്ടില്ല. കാറ് കണ്ട വരാനെന്തോ. എൻ്റെ അമ്മ, ഇത്രമാത്രം ചള്ളിയാണിത്. ഇതിനാ നമ്മൾ 40,000 ഇട്ടിക്കുന്നത്. ഓക്കെ, ഒരാളും വരുന്നില്ല. അതുവരെ നമുക്ക് ഈ കട ഒന്ന് ചുറ്റിക്കറങ്ങാം കേട്ടോ. ഇവിടെ എന്തൊരാൾ ജണ്ടിയാട്. ഹലോ, യു ഹാൻഡ് മെറ്റലോ പിക്കപ്പ്. ഇതൊക്കെ എടുക്കണം. പിക്കപ്പ് 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 പിക്കപ്പ്. ഇത് കൊടുക്കണ്ട. ഓക്കെ, ഇനി കൊടുക്കാം. 750 രൂപ കിട്ടി. ഇങ്ങനത്തെ വിൽക്കണ്ട. ഒരാളും വന്നിട്ടില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? പേജ് ബില്ലിലൊന്നുമില്ല. കാർ ഫോർ സെയില് 40,000 ഇട്ടിക്കണത്. ഇനി വില കൂടിയോണ്ടാണോ ആൾക്കാർ വരാത്തതെനിക്ക് സംശയമുണ്ട്. ഒരു വല്ലാത്തൊരാട്. ഇനി അത്രയും വില കുറക്കണോ? അതാണോ പ്രശ്നം? നമുക്കൊന്ന് ഇനി വില ഒന്ന് കുറച്ചിട്ടോക്കാം. 33,000 എത്ര ഇയാൾ പറയുന്ന വാങ്ങാൻ. നമുക്ക് ഇത് തന്നെ ഇടാം. പുട്ടിട്ടോൺ സെയിൽ ഇതിൽ ഓൾറെഡി വന്നതാണ്. 33,000 ഈ രൂപ വന്നത്. അപ്പം നമുക്ക് അതിനെ ഇടഞ്ഞ് നമ്മൾ അത് ഇടായിട്ടാണെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ അങ്ങനെ ഇടാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അതേപോലെ ഇട്ടു. ഇനി ആൾക്കാർ വരുന്നുണ്ടോ നോക്കാം. ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഗെയിം ഇവിടെ വൈൻഡപ്പ് ചെയ്യും മിക്കവാറും. കാരണം ഒറ്റൊരാൾ വരുന്നു. ഇയാൾ വന്നു. അങ്ങനെ ഇടണം. അപ്പം മനസ്സിലായ കമ്പ്യൂട്ടർ പറഞ്ഞിട്ട് ഇത്ര ഇട്ടാൽ മതി. ഇതെന്തായാലും ഇനി ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് കാർ വിറ്റാലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതാ പറ്റുക. എസ്സാട്ടാ 33,800 പറഞ്ഞിട്ടില്ല. ദിസ് പ്രൈസ് വർക്ക്സ് ഐ വിൽ ടേക്ക്. ഇയാൾക്ക് ഇത് എടുക്കാൻ ഇതൊന്നും ചെയ്യണ്ട. ഓക്കെ, സെല്ല്. അപ്പം നമുക്ക് 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാറും പാടി നമുക്ക് നെയ്ബർഹുഡ് പോയി ഒരു കാറ് വാങ്ങിയിട്ട് ഇതെവിടെ ഒരു സോട്ടനുണ്ട് പിച്ചക്കാരന്. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ടെസ്ല 4 ലക്ഷത്തി ഇതിത്താകെ 45,000 ഉള്ളൂ. എന്നിട്ട് ഒരു 4 ലക്ഷത്തി എന്ന് പറയുമ്പോൾ കണ്ണിച്ചോരല്ലാതെ പറച്ചിലാണ്. അപ്പം നമുക്ക് വേറെ കാറുണ്ടോ നോക്കാം. ഇവിടെ ഒരു നീല ഷർട്ട് ഇട്ടൊരു കാക്കുണ്ട്. ഡോഡ്ജാണ് 5 ലക്ഷത്തിൻ്റെ. അമ്മേ, ഇതൊന്നും വേണ്ട.
പിന്നെ ഇവിടെ ഏതൊരു കാർ കാക്കുണ്ട്. അപ്പോൾ 4 ലക്ഷത്തി വേണ്ട. പിന്നെ ഇവിടെ ഒരു 45,000 അടിയിലുള്ളൊരു വണ്ടി അല്ലെങ്കിൽ ഒരു കാറ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി പോകും. ബക്ക് ജീൻ എത്ര 37,000 പറയുന്നത്. നമുക്ക് 37,000 വാങ്ങാം. ഏകദേശം നമ്മൾ 38,000 രൂപയാണ്. നമുക്കിത് എന്തായാലും എന്ത് ചെയ്യാം, റിപ്പയറിൻ്റെ അങ്ങോട്ട് വിടാം. നമുക്ക് നേരെ എങ്ങോട്ട് പോകാം, നമ്മൾ ഓഫീസിലേക്കും പോകാം. ഓഫീസിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഈ കാർ ഷോപ്പ് പോയിട്ട് ഇവിടെ 5 കാർ കൊടുത്ത് ഇതാണോ? യെസ്, ഇതാണ്. ടാക്ക് ആർ വല്ലാത്ത പരസ്യം. റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്നാലും അതിനെ കൂടുതൽ പൈസ വിൽക്കാൻ പറ്റും. എന്നാലും നമുക്ക് അതിനെ കൂടുതൽ വിൽക്കാൻ പറ്റുക. ഓക്കെ, 4 മിനിറ്റ് എടുക്കും ഗായ്സ്. അതുവരെ ഞാൻ നടക്കണ്ടേ? 4 മിനിറ്റ് എടുക്കും. ഇനി നമുക്ക് ആ ജങ്ക്യാർഡില്ലേ, ആ ജങ്ക്യാർഡിൻ്റെ എന്തെങ്കിലും മെറ്റലുണ്ടോ നോക്കാം. ഇവിടെ എന്താ നമ്പർ പ്ലേറ്റാ തോന്നുന്നത്. ഇത് മെറ്റലാണ്. അല്ല, ഇത് അല്ല. ഇവിടെ അല്ല. ഇപ്പം മെറ്റലൊന്നുമില്ല. ഇവിടെ എന്തൊരു കാറിൻ്റെ ചിഹ്നലുണ്ട്. മറ്റൊന്ന് ഇനി എന്താ സാധനം ഒന്നും അറിയില്ല. മേലെ കണ്ടോ, നമ്മൾ ഓഫീസാ പച്ച, അത് നമ്മൾ ഓഫീസ് തുറന്നു. ഈ കാർ മാർക്കറ്റാണോ? കാരണം നമ്മൾ കാർ മാർക്കറ്റിൻ്റെ അങ്ങനത്തെ ഒരു ഇതാണ് കാർ മാർക്കറ്റ്. ഇവിടെ കുറെ കാറുകളുണ്ട്. ഇത് കണ്ടോ, ഡോർജ് ചാർജർ. കാർ മാർക്കറ്റിൽ നല്ല വിലയാണ്, നമുക്ക് താങ്ങാൻ കഴിയാത്ത വിലയാണ്. നല്ല കാറുകളൊക്കെ ഉണ്ട്. 5,000 രൂപയുടെ ഇടയിലുള്ള കാറുകളൊന്നും ഉണ്ടാവില്ല. ചൈലറ്റ് മസാല എന്തൊക്കെ ഒരു കാറ്, അതാണ് ഞാൻ പറഞ്ഞല്ലോ. കാരണം നമ്മളിപ്പോൾ സ്റ്റെപ്പായുള്ള കയറി വരുന്നു. ഇപ്പോൾ വേറൊരു വാട്ടക്കട ഒരു ഗിടകടും. പിന്നെ ലക്ഷറി കാർസ്, കാർവാന, ഓപ്ഷന്, റെഡ് കഫേക്കൊന്ന് പോയി നോക്കാം. റെഡ് കഫേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാക്കുണ്ട്. ബ്ലാക്ക് മാർക്കറ്റോ. 3,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങാം. 6,000 റുപ്യ ഉണ്ടെങ്കിൽ ഒരു ഹാമർ വാങ്ങാം. ടാബ് വാങ്ങിയേക്കാം. യെസ് ഗൈസ്, ഒരു ടാബ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ട്രാവൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, പിന്നെ വെബ് പേജ് നമുക്ക് വിൽക്കാനുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡെക്കറേഷൻ ക്യാമറ. കാക്കു താങ്ക്സ്, അത് നിങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നന്ദി. പിന്നെ ഫോട്ടോസ്, ഓൺലൈൻ ടൗണ്, ആൾ കാർസ്, ഫാസ്റ്റ് ട്രാവൽ. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ബൈ കോഫി. ഒരു കോഫി വാങ്ങി യൂസാക്കാൻ പറ്റൂല. യെസ് ഗൈസ്, നമ്മൾ കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം മറന്നു. എന്താന്നറിയേ, നമ്മളെ ഇതുണ്ടായില്ലേ, ഏത് നമ്മൾ മറ്റേ സ്ഥലം, നമ്മളെ കാറിൻ്റെ. ഗൈസ്, നമുക്ക് ഈ ഗെയിം ഉണ്ടെങ്കിൽ നമുക്കിത് കളിച്ചാട്ടോ. കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും കാണുന്ന ഒരു യൂട്യൂബറാണ് നൂബ് മാസ്റ്റർ. ചോൻ്റെ വീഡിയോ നല്ല ഇഷ്ടമാണ്. നൂബ് മാസ്റ്റർ ഞാൻ എല്ലാ വീഡിയോ അവൻ്റെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫാൻ യൂട്യൂബറാണ് നൂബ് മാസ്റ്റർ. ഓക്കെ,
അപ്പോൾ ലൈവിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ വീട് മലപ്പുറത്താണ്, അവിടെ വെച്ച് മീറ്റപ്പ് ചെയ്യാൻ പറ്റും, എൻ്റെ പേര് ഇർഫാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ലൈവിൽ നിന്ന് ചോദിച്ചപ്പോൾ ആ ഓർമ്മ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ന്യൂബ് മാസ്റ്റർ, അതൊരു ഗെയിമിംഗ് വീഡിയോയാണ്. അപ്പോൾ എല്ലാ ദിവസവും 2 വീഡിയോ ചെയ്യും. ഒന്ന് ന്യൂബ് മാസ്റ്റർ എന്ന ചാനലിൽ നിന്ന് വരും, ന്യൂബ് ബ്ലോഗ്സ് എന്ന ചാനലിൽ നിന്ന് വരാറുണ്ട്. എല്ലാ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോ ഞാൻ കാണലുണ്ട്. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറാണ് ന്യൂബ് മാസ്റ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ കാറ് റിപ്പയർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ചോദിച്ചാലല്ല അറിയാൻ പറ്റുക. ഇല്ല ഗൈസ്, റിപ്പയർ ആയിട്ടില്ല. നമുക്കിനി 1 മിനിറ്റും പാടി ഉണ്ട്. 75% മാത്രമേ നമ്മളിത് റിപ്പയർ ആയിട്ടുള്ളത്. ഇപ്പം ഇനിയും 1 മിനിറ്റോളം ഉണ്ട് ഇനിയും റിപ്പയർ ആവാൻ. റൂഫ്, ബാക്ക് ബമ്പർ, ബാക്ക് ലെഫ്റ്റ് ഫെൻഡർ, ഫ്രണ്ട് റൈറ്റ് ഫെൻഡർ ഒക്കെ എന്തായിട്ടുണ്ട്, ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ റൂഫ്, ബാക്ക് ബമ്പർ, ബാക്ക് ലെഫ്റ്റ് ഫെൻഡർ ഇതൊക്കെ റിപ്പയർ ആയി. ഇനി ഫ്രണ്ട് റൈറ്റ് ഫെൻഡർ കുറച്ചും പാടെ റിപ്പയർ ആവാനുണ്ട്. 85% റിപ്പയർ ആയിട്ടുണ്ട്. 35 സെക്കൻഡാണ് കാർ കിട്ടാനും ഇയാൾ പറയുന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു കാറ് വാങ്ങിയിട്ട് റിപ്പയറും പെയിൻറ്റും ഒക്കെ ചെയ്തിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലാക്കും. അപ്പം നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ്, ഈ കാറ് വിറ്റിട്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ അമ്മ കുടുങ്ങി ഗൈസ്, കാർ കുടുങ്ങി. ഇല്ല. അപ്പോൾ ഇയാളോട് ഇനി 5 സെക്കൻഡ്, 4, 3, 2, 1, 0 ടിഡൻ. അപ്പം നമ്മളൊരു കാറും യെസ് ഓ മൈ ഗോഡ്. ഇപ്പം നമ്മളടുത്ത് വരും 1990 രൂപയുള്ളൂ. ഇത് വൃത്തിയാക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല വൃത്തിയാക്കാനില്ല, കാരണം ഇത് കുറച്ച് ഡാമേജ് ആയോ ഇല്ലല്ലോ, ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഇവിടുന്ന് ഇങ്ങനെ വെല്ലെ ഇങ്ങനെ സൈഡ് കൊതുക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഇതിന്ന് നമുക്ക് കാറിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്ക്. യെസ്, സേവ്. എന്തിനാന്ന് ചെറിയില്ല കേട്ടോ. ഫോട്ടോ എടുത്തേ. വെബ് പേജ് കാർ ഫോർ സെയിൽ. നമുക്ക് ഇതെന്താ, നമുക്കിവിടെ ഇതാക്കാൻ പറ്റും കാറിൻ്റെ ചിത്രം. ഓക്കെ, നമുക്ക് ടോട്ടല് 30 പറഞ്ഞൊരു 40,000 ചിലവായി. നമുക്ക് 47,000 ഇടാൻ നോക്കാം. പക്ഷെ ഒരു 50 ഇട്ടാൻ നോക്കാം. ഞാൾ വരുമോ വരൂലെന്ന് അറിയില്ല, അത് നമ്മളെ പ്രശ്നമല്ല. ഡ്രോപ്പ്. ഇനി നമുക്ക് നമ്മളെ കോഫി കുറച്ച് കൊടുക്കാം. ഓക്കെ, കുടിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ആള് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ടാബ് പറഞ്ഞ പോലെയല്ല ഇട്ടിക്കണേ, ഞാൻ ജസ്റ്റ് അവനൊരു സംഖ്യ ഇട്ടിട്ടുള്ളത്. ഇനി ആ വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആള് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഒക്കെ നമ്മൾ ടാബിൽ തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഒക്കെ നമ്മൾ ടാബിൽ തന്നെ ഉണ്ട്. യെസ്, കസ്റ്റമർ വന്നിട്ടുണ്ട്. വാ 50,000 നമ്മൾ ഈ കാറിന് ഇട്ടിട്ടുള്ളത്. ഇയാളെവിടെ? രാത്രി അപ്പത്തിന് ഭാഗ്യത്തിനൊരു കസ്റ്റമർ വന്നതേനു, അപ്പം അതും പോയി. നമുക്ക് നെക്സ്റ്റ് ട്രാവൽ ചെയ്യാം. പക്ഷെ പരസ്യം ഒരു വല്ലാത്ത പരസ്യമാണ്. നമ്മളെന്തായാലും ഈ കാർ വിറ്റിട്ടുള്ളൂ, വീട് വൈൻഡപ്പ് ചെയ്യുക. ഇതെന്താ, ഇത് മറ്റേ ഗെയിം പിസ്സ ഉണ്ടാക്കണല്ലേ? അതേ കേസ് പിസ്സ ഉണ്ടാക്കണത് നമുക്കിപ്പോൾ കളിച്ച നേരല്ല. ഇതെന്താണ് ഇനി? എനിക്ക് മാറ്റണം.
അതൊക്കെ വന്ന് ഗസ് എനിക്ക് പിരാന്തടിക്കുന്നുണ്ട്. നമ്മളൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആഡ് വന്നപ്പോഴാണ് പ്രശ്നം അവിടെ സംഭവം ഇച്ചത്. ഇപ്പം നമ്മൾ റെഡ് കഫേയിലോ ഓഫീസിൽ പോവാം. ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ നമ്മളൊരു കാറ് ഓക്കെ നമ്മൾ കാർ റിപ്പയറായി തന്നില്ലേ? ഓ ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. റിപ്പയറായി തന്നു, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഓക്കെ അല്ല റിപ്പയറായോ? അല്ല റിപ്പയർ അയക്കണ്. കാരണം നമ്മളെ കയ്യിലിപ്പോൾ 1800 എത്ര രൂപയുള്ളൂ. ഇറങ്ങാം, നമുക്ക് കാറിൻ്റെ ഒരു ചിത്രം എടുക്കാം. ഓക്കെ എടുത്തിട്ടുണ്ട്, സേവ്. ഇനി നമുക്ക് അത് വിൽക്കണം. വെബ് കാർ ഫോർ സെയിൽ. എന്നിട്ട് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഈ വില കാറിൻ്റെ ചിത്രം ഇത്. എന്നിട്ട് നമുക്ക് വില എന്ന് ചോദിച്ചാൽ 50,000 പുട്ടിട്ട് ഓൺ സെയിൽ. ഇനി ആളെന്തായാലും വരുന്ന ഉറപ്പാണ്. ഡ്രോപ്പ് ഇപ്പം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. എന്തായാലും ആൾ വരും. പിന്നെ എന്തോ നമ്മൾ കട വൃത്തിയാക്കാൻ. ഇവിടെ ആകെ ഫുള്ള് വേസ്റ്റ് ചവറാണ്. ഓക്കെ ഇനി ഉണ്ടല്ലോ, ഇനി ഇവിടെ ഒരു വേസ്റ്റ്. ഓക്കെ വേസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആള് വരാനാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. ആള് വരാൻ വെയിറ്റ് ചെയ്യാം. ഇനി മിക്കവാറും നാളെ രാത്രി ആക്കരം. ഇയാളെ നമുക്ക് ഹയർ ചെയ്യണം. ഹയർ ചെയ്തേക്കാം. എനിക്ക് 500 റുപ്യ കൊടുക്കേണ്ടി വരും. അത് നമുക്കവിടെ നഷ്ടമാണെന്ന് ചോദിച്ചാൽ നമുക്ക് നഷ്ടം, അയാൾക്ക് ലാഭം. അങ്ങനെയാണോ? നമുക്കേ ഒരു കാര്യം ചെയ്യാം. പെട്ടെന്ന് ആൾ വരാനൊരു ഐഡിയ ഉണ്ട്. നമുക്കിത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ എത്ര ഈ വില തന്നെ നമുക്ക് ഇടാം. പുട്ടിട്ട് ഓൺ സെയിൽ ഇടാം. നമുക്ക് ഈ വില തന്നെ ഇട്ടാൽ പെട്ടെന്ന് ആൾ വരുമോ എന്ന് ചോദിക്കാൻ വരുമേക്കരം. കാരണം നമ്മൾ ആ ടാബ് പറഞ്ഞ വില തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അപ്പം അത് ഇവിടെ കുറച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആൾ വരുന്നില്ല. നമുക്ക് ഇയാളെ ഹയർ ചെയ്യാം കേട്ടോ. നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നപ്പോൾ പിച്ചക്കാരന് ഇവിടെ ഇതോ കോട്ടും ഷൂട്ടും പിന്നെന്തോ ടൈ ഇട്ടെടുക്കണേ. ഓക്കെ അയാളിങ്ങനെ കുന്തം പോലെ നിൽക്കുന്നുണ്ട്. അപ്പൂപ്പനാണ്, കണ്ണട ഇട്ടിട്ടുണ്ട്. നമ്മളതല്ലാതെ കറുത്ത കൃഷ്ണമണിയാണ്, പക്ഷേ അത് വ്യത്യസ്തമായി നീല കൃഷ്ണമണിയാണ് ഇവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതെല്ലാവരും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ടാപ്പ് ടു ഫസ്റ്റ് ട്രാവൽ കാരവാൻ. എന്തായാലും 8 മണി ആവാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാരവാനിൽ പോവാം. കാരവാനിൽ പോയി ഇപ്പം പൈസ തീരും. ഇപ്പം തന്നെ ആകെ 1290 രൂപയുള്ളൂ. റിസൾട്ട് -4. പിന്നെ കുറച്ച് ഗേൾസുകൾ എന്നുവെച്ചാൽ കുറച്ച് പേരുകൾ പറഞ്ഞു. മേലൊരു ചിഹ്നം വന്നല്ലോ, അത് എന്തിൻ്റെ ചിഹ്നമാണെന്ന് ചോദിച്ചാൽ
നമ്മുടെ മറ്റേ ചിഹ്നല്ലേ, ഏത് ചിഹ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ അവിടെ ഒരു കാർ ഡീലർഷിപ്പിൻ്റെ ഒരു കടല്ലേ, അതിൻ്റെ ചിഹ്നമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതാ മേലെ ഓഫീസിൻ്റെ അപ്പുറത്ത് ആ കാണുന്നത് അതിൻ്റെ ചിഹ്നമാണെന്നാണ് പറയുന്നത്. 8 മണി വരെ നമ്മുടെ ഇവിടുത്തെ കട ഓപ്പൺ ചെയ്യണം. ഇപ്പം ഏകദേശം ഒരു 8:37. ഇവിടെ എങ്ങനെ അറിയോ, മിനിറ്റ് പോണത് സെക്കൻഡ് പോലെയാണ്. ഇവിടുത്തെ സമയം മണിക്കൂർ പോണത് മിനിറ്റ് പോലെയാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ പോണത്. പിന്നെ ഇവിടെ വണ്ടികൾ കുത്തിയാലൊരു പ്രശ്നമല്ല തോന്നുന്നു. പിന്നെ അവിടെ എന്തോന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെന്തോന്നുണ്ട്. 8:03 ആയിക്കണ്. അപ്പം നമുക്ക് കട തുറക്കാം. യെസ്, വെൽക്കം ടു ജിതൂസ് മോട്ടോർസ് ഷോപ്പ്. ഇവിടെ നമ്മൾ ഏത് കാറായിരുന്നു, കാറിൻ്റെ പേരെന്താ, കാറിൻ്റെ പേര് എന്താ, ബക്ക് GNU ആണ് നമ്മൾ വിൽക്കാനിട്ടിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 8:36 അല്ല, 8:38, 8:39 ഒക്കെയാണ് സമയം. ഒറ്റൊരാളും വന്നിട്ടില്ല. വന്നിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഞാൻ മാസത്തിൽ പൈസയും കൊടുക്കൂല. കാരണം ആൾക്കാർ വന്ന് പൈസ കിട്ടിയാലല്ലല്ലോ നമുക്ക് കാറും വിൽക്കാനും പറ്റുക. അങ്ങനത്തെ ഒരു പ്രശ്നം പാടി നമുക്കിവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണോ റിയൽ കാർ ഫോർ സെയിൽ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും നേരമായിട്ട് ഒരാളും വന്നിട്ടില്ല. എന്താ, നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് പെട്ടെന്ന് ഇവിടെ വരാം. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.